أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. നാം ഒരു പർവ്വതത്തിന്മേൽ ഈ ഖുർആൻ ഇറക്കിയിരുന്നെങ്കിൽ അത് ദൈവഭയത്താൽ വിഹ്വലമായി പൊട്ടിത്തകരുന്നത് നിനക്ക് കാണാമായിരുന്നു. ഈ ഉദാഹരണങ്ങൾ ജനത്തിന് വിവരിച്ചു കൊടുക്കുന്നത് അവർ തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടതിനാകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശ്റിലെ 21-ാമത്തെ ആയത്താണ് ഞാനിപ്പോൾ അർത്ഥസഹിതം നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചത്. സുന്ദരമായ ഒരു ഉപമയിലൂടെ ഖുർആനിന്റെ സ്ഫോടനാത്മകമായ കരുത്തും ശേഷിയും അവതരിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മുടെ മുൻപിൽ. ഖുർആനിന്റെ വശ്യത, അതിന്റെ അവതരണ ശൈലി, കാലത്തെ അതിജീവിക്കാനുള്ള ശേഷി, പരസ്പര വൈരുദ്ധ്യങ്ങൾ ഇല്ലാത്ത സമർത്ഥനങ്ങൾ, ഈ വിശേഷണങ്ങൾ ഉള്ള ഈ ഖുർആൻ വർണ്ണിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നീ ആരാണ് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ മാത്രം അടിമപ്പെടണം എന്ന് ഖുർആൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവൻ നിന്നെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട് എന്നത് നിന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇതുപോലെ ഒരുപാട് സത്യങ്ങൾ, പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾ, ആധുനിക മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങൾ, ഇതെല്ലാം നമുക്ക് നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും എന്താണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ മഹത്തായ ജീവിത ശൈലി അനുകരിക്കാൻ നിങ്ങൾ പ്രേരിതരാവാത്തത്? എന്തുകൊണ്ടാണ് ഈ ഖുർആൻ നിങ്ങളെ സ്വാധീനിക്കാതെ പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. അല്ലാഹു പർവ്വതത്തിന് ബുദ്ധി നൽകി, വിവേചന ബോധം നൽകി എന്നിരിക്കട്ടെ. എന്നിട്ട് ഈ പർവ്വതത്തിന് മേൽ അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു എന്നിരിക്കട്ടെ. എങ്കിൽ ഈ ഖുർആനിനകത്തുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ട് ചിന്താഭാരത്താൽ ഈ പർവ്വതം പൊട്ടിത്തകർന്നു പോയേനെ എന്നാണ് അല്ലാഹു പറയുന്നത്. ഖുർആൻ ഇന്ന് നിങ്ങൾക്ക് വർണ്ണിച്ചു തരുന്ന ദൈവിക പ്രഭാവവും അവന്റെ മുമ്പിൽ നിങ്ങൾ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യവും പർവ്വതങ്ങൾ പോലുള്ള വൻ സൃഷ്ടികൾക്കും ഗ്രഹിക്കാൻ അവസരമുണ്ടാവുകയും അതിനെക്കുറിച്ച് നാഥന്റെ മുമ്പിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്ന് അവ മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഗംഭീരമായ ആ പടപ്പുകൾ പോലും പേടിച്ചു വിറകൊള്ളും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മോട് പറയുന്നത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ ഉപമിച്ചിട്ടുള്ളത്? കാരണം ഭൂമിയിലെ ഏറ്റവും കരുത്തുറ്റ 2 സൃഷ്ടികളിൽ ഒന്നാണ് പർവ്വതം, മറ്റേത് മനുഷ്യനാണ്. ഭൂമിയിലെ 2 കരുത്തുറ്റ സൃഷ്ടികളായ മനുഷ്യരും പർവ്വതങ്ങളും നിസ്സഹായരാകുന്ന ഖിയാമത്ത് നാളിനെ കുറിച്ച് സൂറത്തുൽ ഖാരിയയിൽ അല്ലാഹു പറയുന്നു, യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. മനുഷ്യൻ ചിതറിയ പാറ്റകളെ പോലെ പാറിപ്പോകും, പർവ്വതങ്ങളോ അവ കടഞ്ഞെടുക്കപ്പെട്ട കമ്പിളി രോമങ്ങൾ പോലെ പാറി നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെ ആണിക്കല്ലായ പർവ്വതം, ആ പർവ്വതത്തിന് അല്ലാഹു ബുദ്ധി നൽകുകയും എന്നിട്ട് അതിന്മേൽ ഖുർആൻ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ പർവ്വതങ്ങൾ പൊട്ടിപ്പോയേനെ,
അത്രമാത്രം സ്ഫോടന ശേഷിയുള്ള ചിന്തകളാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. പ്രായോഗികമായ വീക്ഷണങ്ങളാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യ നീ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. നമ്മൾ ഖുർആൻ പഠിക്കുകയും ഗ്രഹിക്കുകയും സകല യാഥാർത്ഥ്യങ്ങൾ അറിയുകയും ചെയ്യുന്നവരാണ്. എല്ലാം അറിഞ്ഞിട്ടും അതിലെത്ര മാത്രം നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ട്? അതിനും അപ്പുറത്ത് അത് പ്രയോഗവൽക്കരിക്കുന്നിടത്ത് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? ഈ സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ആദ്യകാല തലമുറ, നമുക്കറിയാം, ഇസ്ലാമിന്റെ മാതൃകാ തലമുറ, അവർ ഖുർആനിനെ യഥാവിധി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അവരുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നാം ആ അവസ്ഥയിലേക്ക് എത്തുന്നില്ല. പലപ്പോഴും മനസ്സുകൾ കല്ലുകളേക്കാൾ ചിലപ്പോൾ കടുത്തു പോകുന്നു. എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസി എങ്ങനെയായിരിക്കണം അത് ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്. وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُ ഈമാന. അവന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കും എന്നാണ്. അപ്പോൾ എവിടെയോ ഒരു മറ വീഴുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് സൂറത്തുൽ ഇസ്രായിൽ പറയുന്നു 45-ാമത്തെ ആയത്തിൽ, വഇദാ ഖറഅതൽ ഖുർആൻ, ഖുർആൻ ഓതിക്കപ്പെടുമ്പോൾ, ജഅൽനാ, നാം ഉണ്ടാക്കി, ബൈനക വ ബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, നിനക്കും പരലോകത്തിൽ വിശ്വസിക്കാത്ത ആൾക്കും ഇടയിൽ ഹിജാബൻ മസ്തൂറ, പ്രകടമായ മറ. അപ്പോൾ ഖുർആനിന്റെ അധ്യാപനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മറക്ക് പിന്നിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ? ഇനിയും അള്ളാഹു ചോദിക്കുകയാണ്, ഏതൊരു ദൈവിക വചനത്തിനാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്? ഏതിലാണ്? അന്ത്യവേദ്യവും അന്ത്യപ്രവാചകനും ഒക്കെ അവതരിച്ച് കഴിഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് ഈ വചനങ്ങളിൽ നിന്ന് നിങ്ങൾ കുഴമ്പിട്ടവരെ പോലെ, എണ്ണയിട്ടവരെ പോലെ വഴുതിക്കളയുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പം ഈ താക്കീതുകൾ തീർച്ചയായും നമ്മുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. ഖുർആൻ പഠിക്കുമ്പോൾ, അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ, ജീവിതത്തോട് ചേർത്ത് വെച്ച് അതിനെ സമീപിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ ആയത്തിന്റെ ആശയത്തോട് നീതി പുലർത്തുന്നവരായിട്ട് നമുക്ക് മാറാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ വിശുദ്ധ ഖുർആനിന്റെ വാഹകരും പ്രയോക്താക്കളുമായിട്ട് നമ്മെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.